ശ്രേഷ്ഠനും പണ്ഡിതനുമായ പൗലോസ്ലീഹായ്ക്ക് പറയുവാനായി സാധിക്കുന്നുണ്ട്. ലോകജീവിതം നശ്വരമായ ലോകമാണെങ്കിലും നിത്യതയിലുള്ള ലോകമാണ് നല്ല ജീവിതം എന്ന് അവൻ പാടുന്നുണ്ട്. ആ നിത്യതയിലുള്ള ജീവിതത്തിലേക്കാണ് ഈ ദാസൻ പ്രവേശിച്ചിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ട്, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയിൻ കിരീടം പ്രാപിപ്പാനായി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ആത്മീയമായ ശക്തിയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് 7 പെങ്ങന്മാരുണ്ടായിരുന്നു. മൂത്തതും ഇളയതുമായി ഞങ്ങൾ 2 ആൺമക്കളായിരുന്നു. താഴെയിൽ നിന്ന് 3 അളിയന്മാർ ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ 2 പെങ്ങന്മാരും ദൈവസന്നിധിയിലേക്ക് പോയി. എൻ്റെ ജ്യേഷ്ഠനും ദൈവസന്നിധിയിലേക്ക് പോയി. എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഏത് കാര്യങ്ങളിലും ഇടപെട്ട് നേതൃത്വം കൊടുക്കേണ്ടതായ സന്ദർഭത്തിലെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഏത് കാര്യത്തിലും ഓടി വിളിക്കുമ്പോൾ ഓടി വന്ന് എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടെ പ്രവർത്തിച്ചു. 66 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം ലഭിച്ചു. അവസരം ലഭിച്ചതായ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാൻ കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്തു. കുഞ്ഞുങ്ങളും അവരുടേതായ ദൈവത്തിൻ്റെ കൃപയിൽ നല്ല ജീവിതം നയിപ്പാനും തലമുറകളെ കാണുവാനും ദൈവം തമ്പുരാൻ ഇടയായി. ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും മരണസമയത്ത് നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ശുഭമടു പോവീൻ, വാതിൽ അടച്ചിടുവീൻ, കർത്താവിൻ്റെ നാൾ വരുമ്പോൾ നിനക്ക് വാതിൽ തുറന്നു വരും. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് ഓർപ്പിക്കുന്നതായ ഒരു ഭാഗം ആ സെമത്തേരിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. നമ്മുടെ കർത്താവ് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോയതുപോലെ വരും. നിശ്ചയമായ കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ സഭയും പ്രാർത്ഥിക്കുന്നതായ അനുഭവം, കർത്താവായ യേശുവേ നീ വേഗം വരണം. വരുന്നതായ സന്ദർഭത്തിൽ നമ്മുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളും നമ്മുടെ ആത്മാക്കളും സന്തോഷ മണവരയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവമായി തീരുവാൻ ഈ ആത്മാവിന് സംഗതിയാക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ആത്മാവ് നിത്യതയിൽ സന്തോഷിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെതായ എല്ലാ അനുശോചനങ്ങളും പ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ സമർപ്പിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. സമാധാനത്താലെ നീ പോവുക. ദൈവരാജ്യത്തിൻ്റെ മഹിമയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരാത്മാവായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, വൈദിക ശ്രേഷ്ഠരെ, രാജ്യാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഈ അനുശോചനം അറിയിക്കാൻ എത്തിയത് അഞ്ചടി വേളൂർ മുണ്ടകം പാടശേഖരത്തിലെ കർഷകർ എന്ന നിലയിലാണെങ്കിലും വ്യക്തിപരമായി രാജ്യാനെ സംബന്ധിച്ച് 30 വർഷക്കാലം മുമ്പേ എൻ്റെ കൊച്ചിലെ മുതലേ രാജ്യാനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അടുത്ത് ഇടപെടാൻ കഴിഞ്ഞത് ഇവിടുത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ കാർഷിക മേഖലയിൽ സജീവമായി ഇടപെടാൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഞങ്ങളുടെ പാടശേഖരത്തിലെ കൃഷിക്കാരുടെ ഇടയിൽ ഒരു കാരണവനായി എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനും എല്ലാ പൊതുയോഗങ്ങളിൽ വന്ന് പങ്കെടുക്കാനും ആ പാടശേഖരത്തിൻ്റെ ഒരു ഐശ്വര്യമായി, ഒരു വിളക്കായി ഞങ്ങളെല്ലാം കണ്ടിരുന്ന രായിച്ചായൻ്റെ വേർപാട് നാട്ടുകാർക്ക് മാത്രമല്ല, കർഷകർക്ക് മാത്രമല്ല, നാട്ടിലെ സകല ബഹുജനങ്ങൾക്കും വളരെ തീർത്താൽ തീരാത്ത ഒരു നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രായിച്ചായൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായി ദുഃഖത്തോടുകൂടി കഴിയുന്ന ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും എല്ലാം ഞങ്ങളുടെ
പാടശേഖര സമിതിയുടെ പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. വ്യക്തിപരമായി എൻ്റെ പേരിലുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പ് വന്നോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനിന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിടലിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. നൊടിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കായൊരു മോക്ഷം. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളി ചെയ്ത സർവശക്തനായ കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് വാങ്ങി വന്നിരിക്കുന്ന ഈ ദാസനിൽ കനിയണമേ. അവിടുന്ന് മഹത്വത്തോടെ എഴുന്നള്ളുന്ന മഹാബലിയ ദിവസത്തിൽ അങ്ങേ പ്രസാദിപ്പിച്ച പുണ്യവാന്മാരോടും പരിശുദ്ധന്മാരോടും നീതിമാന്മാരോടുമൊപ്പം അനുഗ്രഹത്തിൻ്റെ നല്ല കൂലി പ്രാപിപ്പാൻ അവിടുത്തെ മകനെ സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇന്നവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീര് അവിടുന്ന് തുടച്ച് ശാശ്വതമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളങ്ങയ്ക്ക് സ്തുതിയും സ്തോത്രവും നിരന്തരം കരയേറ്റുവാനായിട്ട് തന്നെ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എത്രയും സ്നേഹ ബഹുമാനമുള്ള ബാബു അച്ഛൻ, ഈ ഭവനാങ്കണത്തിൽ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, ദൈവം ഈ ഭൂമിയിൽ ദാനമായി നൽകിയ ആയുസ് 60-ൽ പരം വർഷങ്ങൾ തികച്ച് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ കർത്തൃദാസനെ പ്രാർത്ഥനാപൂർവം നമ്മൾ സംസ്കരിപ്പാനായിട്ട് ഒരുങ്ങുകയാണല്ലോ.
കാരണം ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിശ്വാസ ബന്ധത്തിൽപ്പെട്ട് നടക്കുന്ന ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ കർത്തൃദാസനുമായിട്ട് ബന്ധപ്പെടുവാൻ സാഹചര്യമുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ മറക്കുവാനൊക്കാത്ത വിധത്തിലുള്ള ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള സത്യം ഞാൻ അനുസ്മരിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്, അത്ര വലിയ അടുത്ത ഇടപാടുകളൊന്നുമില്ല. എന്നിരുന്നാലും ഭദ്രാസനത്തിൻ്റേതായിട്ടുള്ള ഇടവകയുടേതായിട്ടുള്ള പല കാര്യങ്ങളിലും കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ നല്ല സ്നേഹ ബഹുമാനം, നല്ല ആദരവ്, ഒരിക്കലും മാഞ്ഞു പോകാത്ത തരത്തിലുള്ള നല്ല സൗഹൃദം, അതൊക്കെയും പങ്കുവയ്ക്കുന്നതിന് ഈ പ്രിയദാസൻ ഏറ്റവും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗമ സഹവാസം വിട്ട് നമ്മിൽ ഒരാൾ കടന്നുപോയാൽ പരിശുദ്ധ സഭ നമ്മോട് പറയുന്നു, ഒരു പരിധിക്കപ്പുറം ആ കടന്നു പോകുന്ന വ്യക്തിയെക്കുറിച്ച് വിലപിക്കരുത്, ദുഃഖിക്കരുത്. അതിന് കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ പ്രത്യാശയാണ് പരിശുദ്ധ സഭാമക്കളാകുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതുകൊണ്ട് ഈ കർത്തൃദാസൻ്റെ ഭൗതിക ശരീരം നമ്മൾ സംസ്കരിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് അത് മറയുമെങ്കിലും ഒരിക്കലും ഈ ദാസൻ ഇല്ലാതാവുന്നില്ല എന്നുള്ള ഒരു സത്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. ദൈവമനുഷ്യനായ ഹാനോക്കിനെ കുറിച്ച് വിശുദ്ധ വചനം ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തതിനാൽ അവൻ കാണാതായി. മരിച്ചു പോകുന്ന വ്യക്തികൾ കാണാതാവുന്നുണ്ട്, പക്ഷേ അവരാരും ഒരിക്കലും ഇല്ലാതാവുന്നില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണം, എൻ്റെ രക്തം സാക്ഷാൽ പാനീയം. അത് അനുഭവിക്കുന്നവന് ഉള്ളിൽ ജീവനുണ്ട്, അവസാന നാളിൽ ഞാൻ അവനെ എഴുന്നേൽപ്പിക്കും. ആ ഒരു വലിയ പ്രത്യാശയിലാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം സംസ്കരിക്കുന്നത്. സംസ്കാരമെന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണെന്ന് നമുക്കറിയാമല്ലോ. നാറ്റമുള്ള തുകൽ സംസ്കരിക്കുന്നത് നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു പേഴ്സ് ഉണ്ടാക്കുവാനാണെങ്കിൽ സംസ്കാരത്തിൻ്റെ അർത്ഥം എന്താണ്? നാം സംസ്കരിക്കുന്നതിലൂടെ ഒരു പുതിയ ഉൽപ്പന്നം നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ പരേതരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയിൽ കർത്താവിൻ്റെ വരവ് വരെയും അവരുടെ ശരീരം സൂക്ഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവ് വരും, മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും എന്ന് വിശുദ്ധ സംസ്കാര ശുശ്രൂഷയുടെ ഒരു പാട്ടിൽ സഭ പാടുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, പത്രോസ് ശവത്തിന് നേരെ തിരിഞ്ഞു, ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ബാല എഴുന്നേറ്റ് വരികയാണ്. ലാസർ ഉറങ്ങുകയാണ്, നാം അവനെ ഉണർത്താൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ സഭ നമ്മോട് കൽപ്പിക്കുന്നു, നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. കാരണം വാങ്ങിപ്പോയവർ സഭയുടെ അവിഭാജ്യമായ ഘടകം തന്നെയാണ്. 2/3 ഭാഗം വെള്ളത്തിനടിയിലാണ്, 1/3 മാത്രമേ മുകളിലുള്ളൂ. പരിശുദ്ധനായ പൗലോസ് പറയുന്നത് പോലെ ബാഹ്യ അവയവവും ആന്തരിക അവയവവും മനുഷ്യ ശരീരത്തിനുണ്ട്. അതുപോലെ പരിശുദ്ധ സഭയ്ക്കും ദൃശ്യമായ വശവും അദൃശ്യമായ വശവുമുണ്ട്. ദൃശ്യമായ വശത്തു നിന്ന് അദൃശ്യമായ വശത്തേക്ക് മാറ്റപ്പെടുന്നവരാണ് നമ്മുടെ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന നമ്മുടെ സമസൃഷ്ടങ്ങളെന്ന് ഓർക്കുമ്പോൾ, ജീവിച്ചിരിക്കുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ അതിൽ അല്പം പോലും കുറവ് വരാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ചുമതലയുണ്ട്. തിമോത്തിയോസിനെ പരിശുദ്ധനായ പൗലോസ് എഴുതുമ്പോൾ ഒനസിഫോറസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ കുടുംബത്തിന് വന്ദനം ചൊല്ലണം, അവൻ മരിച്ചതിനാൽ അവൻ്റെ കുടുംബം അനാഥമായിരിക്കുകയാണ്. അതിന് തൊട്ടടുത്ത വാചകം, കർത്താവിൻ്റെ ദിവസം അവൻ കരുണ കണ്ടെത്തപ്പെടാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട്, ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. ആ ന്യായവിധിയിൽ കരുണ പ്രാപിക്കുന്നവനാണ് ഭാഗ്യവാൻ. കാരണം ഒരു ജഡവും തങ്ങളുടെ പ്രവൃത്തികളാൽ
ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നല്ലോ. അതുകൊണ്ട് കർത്താവിൻ്റെ ദിവസം അവൻ കരുണ കണ്ടെത്തപ്പെടുവാൻ ഇടയാവട്ടെ എന്ന് ഒനസിഫോറസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ വാങ്ങിപ്പോയവർ കർത്താവിൻ്റെ ന്യായവിധിയുടെ ദിവസം കരുണ കണ്ടെത്തപ്പെടുവാൻ ഇടയാവണം. അവർ മരിച്ചു അവരുടെ പൂർവന്മാരോട് ചേർന്നു എന്നാണ്. എത്ര വലിയ ഒരാശയമാണ്. കടന്നു പോകുന്നത് പൂർവന്മാരോട് ചേരാനാണെങ്കിൽ, അത് പ്രമോഷനോടുകൂടിയ ഒരു ട്രാൻസ്ഫർ ആണെങ്കിൽ ഇത് എത്രയോ ആസ്വാദ്യകരമായ ഒരു അനുഭവമാണ്. അത് ശരിക്കും മനസ്സിലാക്കിയ പൗലോസ് പറഞ്ഞു, ആയിരിക്കാൻ ഞാൻ അധികം കാക്ഷിക്കുന്നു, അത് അത്യുത്തമമല്ലോ. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു സന്തത സഹചാരിയായി നമ്മോടെല്ലാവരോടും ഒപ്പമുണ്ട്. എല്ലാവരും മരണത്തിൻ്റെ ക്യൂവിലാണ്. മുന്നേ നിൽക്കുന്നവർ വീഴുകയാണ്. ആര് മുന്നേ നിൽക്കുന്നുവെന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് കർത്താവെ, എപ്പോഴോ എവിടെയോ നിനക്ക് തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പാപത്തെക്കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ചേരുവാൻ തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്ത്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, ലെറ്റ് യുവർ ഹാർട്ട് നോട്ട് ബി ട്രബിൾഡ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അതുകൊണ്ട് അത്യധികമായി വിലപിക്കാതെ, അധികമായി ദുഃഖിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു എന്നോർത്ത് ആശ്വസിക്കുവാൻ വിട്ടവർക്കും ഉടയവർക്കും ഇടയാവട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖത്തിലും മനോഭാരത്തിലുമായിരിക്കുന്നവരുടെ മുഖത്തു നിന്ന് കണ്ണുനീര് സർവശക്തനായ ദൈവം നീക്കട്ടെ. താൻ മഹത്വത്തോടെ എഴുന്നള്ളുന്ന മഹാവലിയ ദിവസത്തിൽ തന്നെ പ്രസാദിപ്പിച്ച പുണ്യവാന്മാരോടും പരിശുദ്ധന്മാരോടും കൂടെ അനുഗ്രഹത്തിൻ്റെ നല്ല കൂലി പ്രാപിപ്പാൻ ഈ കർത്തൃദാസന് ദൈവം ഇടയാക്കട്ടെ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ഇടവകയ്ക്ക് വേണ്ടിയും താൻ ചെയ്ത എല്ലാ നന്മകളെയും ദൈവം തമ്പുരാൻ സമൃദ്ധിയായി മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാവട്ടെ. ബഹുമാനപ്പെട്ട കുര്യന്താൻ എളിച്ചൻ്റെ അനുഗ്രഹ വചനങ്ങളും പ്രാർത്ഥനകളും നമുക്ക് ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായി തീർന്നു. ബഹുമാനപ്പെട്ട അച്ഛനുള്ളതായ നന്ദി കുടുംബാംഗങ്ങൾക്ക് ഒരു പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനായ തിരുവല്ല MLA മാത്യൂസ് ടി തോമസ് അല്പനേശ്വരൻ. വന്നിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, രാഴ്ചൻ്റെ വേർപാടിൽ വേദനയിലായിരിക്കുന്ന അനിമാമയും കുടുംബാംഗങ്ങൾ, മക്കളും കുടുംബാംഗങ്ങളെല്ലാവരെയും എൻ്റെ വേദന ഞാൻ അറിയിക്കുന്നു, എൻ്റെ അനുശോചനം അറിയിക്കുന്നു. എന്നും പൊതുകാര്യങ്ങളിൽ തൽപരനായിരുന്നു പ്രിയപ്പെട്ട രാഴ്ചാൻ എന്നത് ഞാൻ ഓർമ്മിക്കുക. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലെ തന്നെ നാട്ടിലെ പൊതുകാര്യങ്ങൾ, ഈ പ്രദേശത്തെ കാർഷിക പ്രശ്നങ്ങളടക്കം, തിരുവല്ല പട്ടണത്തിലെ ഗതാഗത പ്രശ്നങ്ങളടക്കം പൊതുവിന് നന്മ ചെയ്ത് ജീവിക്കണം എന്ന താല്പര്യത്തോടു കൂടിയാണ് എന്നും പ്രിയപ്പെട്ട രാഴ്ച നിലനിന്നിരുന്നു. അപ്പർ കുട്ടാണ് മേഖലയിലെ കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരത്തിന് വേണ്ടി നിരവധി സംരംഭങ്ങളിൽ ഏർപ്പെടാൻ പ്രിയപ്പെട്ട രാഴ്ചന് കഴിഞ്ഞു. പ്രിയപ്പെട്ട അനിമാമ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പെരിങ്ങര പഞ്ചായത്തിനാകമാനം ഒരു നിറസാന്നിധ്യമായി കുടുംബമുണ്ടായിരുന്നതും ഞാൻ ഓർമ്മിക്കുക. സമസൃഷ്ടങ്ങളുടെ വേദന സ്വന്തം വേദനയായി കാണാൻ, ദൈവസൃഷ്ടിയ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ തങ്ങളുടെ കൂടി പരിഗണനാ വിഷയമായി കാണാൻ മനസ്സ് വെച്ചൊരു കുടുംബമാണ് ഈ പുലിവലിൽ രാഴ്ചൻ്റെ കുടുംബം എന്നത് ഞാൻ സ്മരിക്കും. അതുകൊണ്ട് ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മിൽ നിന്ന് എടുക്കപ്പെട്ടിരിക്കുന്നത്. വേദനയുടെ അനുഭവത്തിൻ്റെ നടുവിലും ധന്യമായിരുന്നു ഈ ജീവിതമെന്ന് നമുക്ക് സമാശ്വസിക്കാം.
നന്മ ചെയ്ത് നന്മ വിതറി മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകൾ സഹിച്ച് ജീവിതം സഫലമാക്കിയ ഈ പ്രിയ രായ്ച്ചാൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഏറ്റവും ബഹുമാനപൂർവ്വം സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. രായ്ച്ചാനെ സംബന്ധിച്ച് പറയുമ്പോൾ പരമല സെമിനാരിയുടെ മാനേജായിരിക്കുന്ന കാലം മുതലേ, റമ്പാച്ചനായിരിക്കുന്ന കാലം മുതലേ തിരുമേനിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. രായ്ച്ചാൻ മരിച്ചതായ സന്ദർഭത്തിൽ ജീവൻ എപ്പിപ്പാനൂസ് തിരുമേനിയെ ഞാൻ വിവരം അറിയിച്ചു. എനിക്ക് ഉച്ചകഴിഞ്ഞൊരു ശവസംസ്കാര ശുശ്രൂഷയുണ്ട്, പ്രാർത്ഥനയിൽ ഓർക്കാം എന്നോട് ഓർപ്പിക്കുകയും ചെയ്തു. സമയം കണ്ടതായ സമയത്ത് തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി ആശ്വാസ വചനങ്ങൾ പറയാൻ കടന്നു വന്നിരിക്കുന്ന എപ്പിപ്പാനൂസ് തിരുമനസ്സിലേക്ക് കുടുംബാംഗങ്ങളുടെ നിമിത്തം സ്വാഗതം നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു.